ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് വാട്ട് ഈസ് ആൻ API. API എന്നാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. ഒരു പ്രത്യേക ഫംഗ്ഷൻ അഥവാ പർപ്പസ് ഉള്ള ഏതൊരു സോഫ്റ്റ്വെയറിനെയുമാണ് ആപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ റിക്വസ്റ്റും റെസ്പോൺസും വെച്ച് രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള പ്രോട്ടോകോൾ ഓർ കോൺട്രാക്റ്റ് ആണ് ഇൻ്റർഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ API എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേ ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സർവീസ് സെൻ്ററിൻ്റെ കേസ് നോക്കാം. നമുക്ക് നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കണം. ബട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ അന്ന് കിട്ടിയെന്ന് വരില്ല. സോ നമ്മൾ എന്താ ചെയ്യാറ്? നേരത്തെ തന്നെ സർവീസ് സെൻ്ററിൽ വിളിച്ച് അന്വേഷിക്കും, നമുക്ക് സ്ലോട്ട് ഉണ്ടോ, എപ്പോൾ കൊണ്ടുവരണം, എപ്പോൾ തിരിച്ചു കിട്ടുമെന്നൊക്കെ. എന്നിട്ട് നമ്മളൊരു സ്ലോട്ട് ബുക്ക് ചെയ്യും. സോ ഇവിടെ നമ്മളെ ഒരു ആപ്ലിക്കേഷനായിട്ട് കരുതുക, സർവീസ് സെൻ്ററിനെ വേറൊരു ആപ്ലിക്കേഷനായിട്ട് ഇടും. അപ്പോൾ നമ്മുടെ എൻക്വയറീൻ്റെ അവിടെ ഇരിക്കുന്ന ആളാണ് API. അതായത് നമുക്ക് സർവീസ് സെൻ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ്, അതാണ് API. ഇനി നമുക്ക് ഒരു റിയൽ എക്സാമ്പിൾ നോക്കാം. നമ്മുടെയൊക്കെ ഫോണിൽ വെതർ ആപ്പ് ഉണ്ട്. അതിൽ വെതർ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും നമുക്ക്. ഇതിലേക്ക് ഡേറ്റ കിട്ടുന്നത് ഓരോ ഫോൺ കമ്പനിയും സ്വന്തമായിട്ട് വെക്കുന്ന സെൻസേഴ്സിൽ നിന്നല്ല. അതായത് ആപ്പിളിൻ്റെ ഫോണിൽ കിട്ടുന്ന വെതറിൻ്റെ അപ്ഡേറ്റ്സും സാംസങ്ങിൻ്റെ ഫോണിൽ കിട്ടുന്ന വെതർ അപ്ഡേറ്റ്സും ഒന്നും ആപ്പിളിൻ്റെയോ സാംസങ്ങിൻ്റെയോ സ്വന്തം സെൻസേഴ്സിൽ നിന്ന് എടുക്കുന്ന ഡേറ്റയല്ല. അങ്ങനെ കിട്ടണമെങ്കിൽ എല്ലായിടത്തും അവരുടേതായിട്ടുള്ള സെൻസേഴ്സ് കൊണ്ടുപോയി വെക്കണം. ബട്ട് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ആൻഡ് പ്രാക്ടിക്കലുമല്ല. സോ ഈ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുന്ന കുറേ സെൻസേഴ്സ് ഉണ്ട്, ലൈക്ക് weather.com. അവരുടെ API യൂസ് ചെയ്ത് ആണ് വെതർ അപ്ഡേറ്റ്സ് നമ്മുടെ ഫോണിൽ കിട്ടുന്നത്. നമുക്കിനി എങ്ങനെയാണ് API വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു വെബ് APIൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. വെബ് API ക്ലയൻറ്റ് റിക്വസ്റ്റ് ഡെലിവറി ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസസ് നമുക്ക് JSON അല്ലെങ്കിൽ XML ഫോർമാറ്റിൽ തിരിച്ചു തരും. ഒരു റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് API കോൾ. ഒരു റിക്വസ്റ്റിൽ ഒരു സെർവറിൻ്റെ എൻഡ് പോയിൻറ്റ് URLും റിക്വസ്റ്റ് മെത്തേഡുമാണ് ഉണ്ടാവുക. ഇത് അയക്കുന്നത് HTTP അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വഴിയാണ്. കോമൺ റിക്വസ്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് ഒക്കെയാണ്. റെസ്പോൺസിൽ സ്റ്റാറ്റസ് കോഡ്, ഹെഡർ, പിന്നെ റെസ്പോൺസ് ബോഡി ആയിരിക്കും ഉണ്ടാവുക. റെസ്പോൺസ് ബോഡി റിക്വസ്റ്റ് അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ക്ലയൻറ്റിന് ആക്സസ് ചെയ്യേണ്ട സെർവർ റിസോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസ് ആയിരിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു റെസ്പോൺസ് സ്റ്റാറ്റസ് കോഡാണ് error404 URL not found. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ അടിപൊളി വീഡിയോസ്. ബൈ.